ഹായ് ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം മൗനമായിട്ടിരിക്കുന്നത്? ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കണമോ? അല്ലെങ്കിൽ ചിലവരൊക്കെ ഒരു പക്ഷേ ഉപേക്ഷിച്ചു പോയതായിരിക്കാം ദൈവത്തെ. ഇനി എനിക്ക് ദൈവത്തെ വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കേൾക്കുന്നില്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം എല്ലാത്തിനും ഉത്തരം നൽകും എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം ലഭിക്കണമെന്ന് നാം വിചാരിക്കുന്നത് തെറ്റാ. ദൈവത്തിന് ഓരോ ഉത്തരങ്ങളുണ്ട്. നമുക്ക് നല്ലതെന്ന് കാണുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവം നമുക്ക് പെട്ടെന്ന് നടത്തി തരുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ചോദിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതല്ലായിരിക്കാം, അത് നമ്മുടെ ജീവിതത്തെ മോശമാക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദൈവം പറയും നോ, വേണ്ട എന്ന് പറയും. അപ്പോൾ മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് കിട്ടാതിരിക്കുക. കുറെ നാളായി ചോദിക്കുന്നു, അപ്പോൾ ദൈവത്തിന് അറിയാം അത് വെയിറ്റ് ഉള്ളതാണ്. എന്ന് വെച്ചാൽ കാത്തിരിക്കുക. ഇപ്പൊ നിനക്ക് അതിന്റെ ആവശ്യമില്ല, ആവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരും. അതാണ് ക്രിസ്തു നമുക്ക് തരുന്നൊരു സന്ദേശം. ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എന്തേ എനിക്കിത് കിട്ടാത്ത എന്ന് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. ഇതാണ് ഈ 3 ഉത്തരങ്ങൾ. ദൈവം നമുക്ക് വേണ്ടത് നമുക്ക് തരും അതാ സമയത്ത് ചോദിക്കുമ്പോൾ. രണ്ടാമത്തത്, ദൈവം ചില കാര്യങ്ങൾ നോ എന്ന് പറയും, അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതാണ്. മൂന്നാമത്തത്, ദൈവം ചില കാര്യങ്ങൾ വെയിറ്റ് കാത്തിരിക്ക് എന്ന് നമ്മളോട് പറയും. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ആവശ്യമില്ല, പിന്നീടേ ആവശ്യമുള്ളൂ. ആ സമയത്ത് നിനക്കത് ലഭിക്കും. അപ്പോൾ കാത്തിരിക്കാം. പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തിന്റെ കൂടെ ചേർന്ന് ഒരുപാട് പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതം ദൈവത്തിന് പങ്കിടാനും നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അത് തന്നെയാണ് ഓരോ വിശുദ്ധരും അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ചിലതൊക്കെ ഉത്തരം കിട്ടി, ചിലത് ഉത്തരം കിട്ടിയില്ല. പക്ഷെ നിരന്തരമായ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവരിപ്പോഴും വിശുദ്ധരായി തീർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്നതിനെല്ലാം കിട്ടാതെ വരുമ്പോൾ ഒരിക്കലും വിഷമിക്കാതെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തിലേക്ക് ചേരുവാൻ നാം ഓരോരുത്തർക്കും ശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക്